അഴീക്കൽ തുറമുഖത്തിന് ഗോഡൌൺ നിർമ്മാണത്തിനായി 5.5 കോടി രൂപയുടെ ഭരണാനുമതി നൽകിയതായി സഹകരണ തുറമുഖം ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ അറിയിച്ചു. അഴീക്കൽ തുറമുഖ സന്ദർശനത്തിന് ശേഷം ചേർന്ന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. തുറമുഖത്തിന് ശുദ്ധജലം ഉറപ്പാക്കുവാൻ 2 കോടി രൂപയുടെ പദ്ധതി അനുവദിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ഏതൊരു തുറമുഖത്തിനും ചരക്ക് സൂക്ഷിക്കാൻ ഗോഡൌൺ ഏറ്റവും അത്യാവശ്യമായ ഘടകമാണെന്നും അതിനാൽ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിന് വേണ്ട കാര്യങ്ങൾ ഉടൻ ആരംഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അഴീക്കൽ തുറമുഖത്തിലെ ഡ്രഡ്ജിംഗ് പ്രവൃത്തികൾ മൺസൂൺ കഴിഞ്ഞ് ആരംഭിക്കും. നിലവിലെ 2.5 മീറ്റർ ആഴം 4 മീറ്ററിൽ കൂടുതലായി ഉയർത്താൻ സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തുറമുഖത്തിന് ശുദ്ധജലം ഉറപ്പാക്കാൻ 2 കോടി രൂപയുടെ പദ്ധതി അനുവദിച്ചിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്ത് അഴീക്കൽ, ബേപ്പൂർ, കൊല്ലം തുറമുഖങ്ങളുടെ വികസന കുതിപ്പിന് കാരണമാകുമെന്നും മദർഷിപ്പിൽ വിഴിഞ്ഞത്ത് വരുന്ന കണ്ടെയ്നറുകൾ ഈ തുറമുഖങ്ങളിലേക്ക് അയക്കാൻ സാഹചര്യങ്ങൾ വരികയാണെന്നും മന്ത്രി പറഞ്ഞു. ഇതിനുവേണ്ടിയുള്ള ഡ്രഡ്ജിംഗ് പോലുള്ള അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ആദ്യത്തെ മദർഷിപ്പിൽ നിന്ന് 2000 കണ്ടെയ്നറുമായി വന്നിട്ട് അത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം കൽക്കട്ടയ്ക്കും ബോംബെയ്ക്കും അത് വിശാഖപട്ടണത്തിനും ഗുജറാത്തിനും ഒക്കെയാണ് ഇപ്പം നമ്മൾ അയച്ചുകൊണ്ടിരിക്കുന്നത്. അതേതാണ്ട് തീർന്നു കഴിഞ്ഞിരിക്കും. ഇനി അത് നമ്മുടെ കേരളത്തിൽ തന്നെ ബേപ്പൂരിലും അഴീക്കലും കൊല്ലത്തിനും ഒക്കെ അയക്കാൻ കഴിയുന്ന സാഹചര്യങ്ങൾ വരികയാണ്. അപ്പോൾ അതോടുകൂടി നമ്മുടെ സാധ്യതകൾ വിപുലീകരിക്കപ്പെടുകയാണ്. ആ വിപുലീകരിക്കപ്പെടുമ്പോൾ ഒരു ഷിപ്പ് വരണമെങ്കിൽ ആ ഷിപ്പിന് ആവശ്യമായ ഇൻഫ്രാസ്ട്രക്ചറിൽ അതിപ്രധാനമാണ് ജലത്തിൻ്റെ ആഴം. ആ ആഴം ടച്ച് ചെയ്തുകൊണ്ട് മാത്രമേ എപ്പോഴും നമുക്ക് ഉറപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയൂ. അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ച കാര്യം. അങ്ങനെ നിർത്തിക്കൊണ്ട് ഈ പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ വിഴിഞ്ഞവുമായി ബന്ധപ്പെട്ട അഴീക്കലുണ്ടാകുന്ന പുരോഗതി 1. 2, നമ്മൾ മറ്റൊരു കാര്യം ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ടൂറിസവുമായി ലിങ്ക് ചെയ്ത് ക്രൂയിസ് ഷിപ്പ് നമ്മൾ പ്രധാനമായി പ്രവർത്തിപ്പിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. അതിൽ തുറമുഖം എന്ന രൂപത്തിൽ നമ്മൾ അഴീക്കലിനെയും ബന്ധിപ്പിച്ച് ബേപ്പൂരും അതുപോലെ കൊച്ചിയും കൊല്ലവും വിഴിഞ്ഞവുമെല്ലാം കേന്ദ്രീകരിച്ചാണ് അത് ആലോചിക്കുന്നത്. അതിൻ്റെ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് ക്ഷണിച്ചിരുന്നു. 12 കൂട്ടർ കോട്ട് ചെയ്തിരുന്നു. അവരുമായി ചർച്ച ചെയ്ത് 4 കൂട്ടരുമായി ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ടൂറിസം വികസനത്തിന്റെ ഭാഗമായി ക്രൂയിസ് ഷിപ്പ് സർവീസ് വിഴിഞ്ഞം, കൊല്ലം, കൊച്ചി, ബേപ്പൂർ, അഴീക്കൽ ബന്ധിപ്പിച്ചു തുടങ്ങാൻ വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. കൊച്ചിയിൽ നിന്നും ദുബായിലേക്ക് 1200 പേർക്ക് യാത്ര ചെയ്യാൻ സാധിക്കുന്ന രീതിയിലേക്ക് കപ്പൽ യാത്രാ സംവിധാനം ഏർപ്പെടുത്തുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. ഭാവിയിൽ ഇത്തരം സർവീസുകൾ ബേപ്പൂർ പോലുള്ള തുറമുഖങ്ങളുമായി ബന്ധിപ്പിക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും മന്ത്രി പറഞ്ഞു. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സും കോഴിക്കോട് ചേംബർ ഓഫ് കൊമേഴ്സുമായി ഈ മാസം തന്നെ ചർച്ചകൾ നടത്തി ഏറ്റവും അടിയന്തരമായി കാർഗോ സർവീസ് ആരംഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും മന്ത്രി അറിയിച്ചു. അഴീക്കൽ തുറമുഖത്തിന്റെ പശ്ചാത്തല വികസനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഈ മാസം കൂടുന്ന മാരിടൈം ബോർഡിന്റെ മീറ്റിംഗിൽ KV സുമേഷ് MLA കൂടി ഉൾപ്പെടുത്തി ചർച്ച ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. രാവിലെ KV സുമേഷ് MLA, മുൻ MLA M പ്രകാശൻ മാസ്റ്റർ, അഴീക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K അജീഷ്, മാരിടൈം ബോർഡ് CEO ഷൈൻ A ഹക്ക്, പോർട്ട് ഓഫീസർ T ദീപൻ കുമാർ, ജനപ്രതിനിധികൾ, നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് TK രമേഷ് കുമാർ, അംഗങ്ങൾ, വിവിധ ഉദ്യോഗസ്ഥർ എന്നിവരോടൊപ്പമാണ് തുറമുഖം സന്ദർശിച്ചത്. തുറമുഖ വകുപ്പ് മന്ത്രിയായി ചുമതല ഏറ്റെടുത്തതിനു ശേഷം ആദ്യമായിട്ടാണ് മന്ത്രി അഴീക്കൽ പോർട്ട് സന്ദർശിച്ചത്.